മാത്സ് കണ്ടാൽ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. കറണ്ട് PSC ടാക്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മാത്സ് പേടി മാറ്റി 15 മാർക്ക് ഉറപ്പിക്കാനുള്ള 3 സിമ്പിൾ ടിപ്സ് നോക്കാം. അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ മാത്സ് ലൈഫ് തന്നെ മാറും. ആദ്യം ഒരു കാര്യം സമ്മതിക്കണം, PSC മിക്കവരും തോൽക്കുന്നത് മാത്സിലാണ്. എന്താണ് കാരണം? കാരണം നമ്മൾ മാത്സ് പഠിക്കുന്ന രീതി തെറ്റാണ്. സ്കൂളിൽ പഠിച്ച പോലെ ഫോർമുല മനഃപ്പാഠമാക്കുന്നു. A²-B² = A+B² എന്ന് പാടി പഠിക്കുന്നു. പക്ഷേ പരീക്ഷാ ഹാളിൽ ചോദ്യം കാണുമ്പോൾ ഏത് ഫോർമുല വെക്കണം എന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ രീതി മാറ്റണം. അതിനായി ഒന്നാമത്തെ ടിപ്സ് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, ഫോർമുല പഠിക്കാതെ ചോദ്യം ചെയ്ത് തന്നെ പഠിക്കുക. ഉദാഹരണം പറയാം. ലാഭനഷ്ടം എന്ന ചാപ്റ്റർ എടുക്കൂ. അതിൽ 10 ഫോർമുലയുണ്ട്. അത് മുഴുവൻ പഠിക്കാൻ നിന്നാൽ നമ്മുടെ തല പുകയും. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ 5 വർഷത്തെ PSC ചോദ്യ പേപ്പർ എടുത്ത് ലാഭനഷ്ട ചോദ്യം 10 എണ്ണം നോക്കി ചെയ്യുക. ആദ്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഫോർമുല ബുക്കിൽ നോക്കി ചെയ്തോ, കുഴപ്പമില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോർമുല ഐഡി കിട്ടും. 5-ാമത്തെ ചോദ്യം ആകുമ്പോൾ ഫോർമുല ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ലേണിംഗ്. ഫോർമുലയിൽ നിന്ന് ചോദ്യത്തിലേക്കല്ല, ചോദ്യത്തിൽ നിന്ന് ഫോർമുലയിലേക്കാണ്. ഇതാണ് PSCക്ക് പറ്റിയ രീതി. അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ, ദിവസം നമ്മൾ 5 ചോദ്യം മാത്രം എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. പക്ഷേ ആ എഴുതുന്നത് 3 തവണ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മുടെ തെറ്റ് എന്താണ്? ദിവസം 20 പുതിയ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഞാൻ മിടുക്കനാണെന്ന് വിചാരിക്കും. പക്ഷേ നാളെ അതിൽ ഒരെണ്ണം ചോദിച്ചാൽ നമുക്ക് എന്ത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാര്യം അതെന്ത് ചെയ്തിട്ടില്ല, തലയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് പുതിയ രീതി ഇതാണ്. രാവിലെ 5 ചോദ്യം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ശതമാനമോ ലാഭനഷ്ടം അല്ലെങ്കിൽ സമയം ദൂരം ഇതിൽ നിന്ന് ഓരോന്നോ അല്ലെങ്കിൽ 2 എടുക്കുക. അതിലാദ്യം രാവിലെ ഒന്ന് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് അതേ 5 ചോദ്യം വീണ്ടും ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒന്നുകൂടി ചെയ്യുക. എന്താ ഗുണം? ഒന്നാമത്തെ തവണ ചെയ്തപ്പോൾ 10 മിനിറ്റ് എടുത്ത ചോദ്യം 3-ാമത്തെ തവണ 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റും. ഇതാണ് സ്പീഡ്. PSCയിൽ സ്പീഡ് ഇല്ലെങ്കിൽ ജയിക്കില്ല. 5 ചോദ്യം 3 തവണ 15 ചോദ്യത്തിന്റെ ഗുണം. പക്ഷേ തലയ്ക്ക് പണി 5 ചോദ്യത്തിന്റെ മാത്രം. അടുത്ത 3-ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, മാത്സ് തെറ്റിയ ചോദ്യം, നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ തെറ്റിയ ചോദ്യങ്ങളൊക്കെ ഒരുപാട് കാണും. അത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അതായത് നമുക്ക് തെറ്റുപറ്റിയ ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം ഒരു ബുക്ക് ഉണ്ടാക്കുക. ഇതാണ് ടോപ്പേഴ്സിന്റെ സീക്രട്ട് ആയുധം. നമ്മൾ തോൽക്കുന്നത് അറിയാത്ത ചോദ്യങ്ങൾക്ക് അല്ല, ഇത് എനിക്കറിയാമെന്ന് വിചാരിച്ച് ആത്മവിശ്വാസത്തോടെ തെറ്റിക്കുന്ന ചോദ്യത്തിലാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഒരു പുതിയ ബുക്ക് എടുത്ത് അതിന് പേരിടുക എൻ്റെ മാത്സ് തെറ്റുകൾ എന്ന്. മാത്സ് ചെയ്യുമ്പോൾ തെറ്റുന്ന ഓരോ ചോദ്യവും അതിൽ എഴുതി വെക്കണം. ചോദ്യവും നിങ്ങൾ ചെയ്ത തെറ്റായ രീതിയും ശരിയായ ഉത്തരവും പരീക്ഷയ്ക്ക് ഒരാഴ്ച ഉള്ളപ്പോൾ പുതിയതൊന്നും പഠിക്കണ്ട. ഈ തെറ്റുകൾ എഴുതിയ ബുക്ക് എടുത്ത് 3 തവണ നോക്കിയാൽ മതി. അപ്പോൾ പരീക്ഷാ ഹാളിൽ പഴയ തെറ്റ് ആവർത്തിക്കില്ല. 1 മാർക്ക് പോകുന്നത് തടഞ്ഞാൽ അതും ജയമാണ്. കാരണം PSCയിൽ 0.5 മാർക്കിനാണ് പലർക്കും റാങ്ക് പോകുന്നത്. അപ്പോൾ ആകെ 3 ടിപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ചോദ്യം ചെയ്ത് പഠിക്കുക. രണ്ടാമത്തത് 5 ചോദ്യം 3 തവണയെങ്കിലും ചെയ്ത് പഠിക്കുക. 3-ാമത്തെ ടിപ്സ്, തെറ്റുകൾ ബുക്കിൽ എഴുതി വെക്കുക. അത് പിന്നീട് റിവേഴ്സ് ചെയ്യുക. ഇതൊരു 30 ദിവസം വെച്ച് നിങ്ങൾക്ക് മാത്സിൽ 0 മാർക്ക് ചെയ്താൽ 0 മാർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു 10 മാർക്ക് കിട്ടും. അതൊരു 60 ദിവസം ചെയ്താൽ 15 മാർക്ക് ഉറപ്പ്. മാത്സ് പേടിച്ച് PSC വേണ്ടെന്ന് വെക്കുന്നവർ എന്താണ്, ഒരുപാടുണ്ട്. എന്നാൽ നിങ്ങൾ ആ മാത്സിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ വിജയം ഉറപ്പ്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ മാത്സ് പഠിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.